ഓക്കെ. അപ്പോൾ എന്താണ് നമ്മളിപ്പോൾ ലൈഫിൽ എന്താണ് ഈ പറഞ്ഞ പലതരത്തിൽ എന്താണ് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പാനിക് അറ്റാക്ക് സം സോർട്ട് ഓഫ് ദിസ് കൈൻഡ് ഓഫ് നെഗറ്റീവ് ഫീലിങ്സ്. ഇപ്പോൾ എന്താണ് ഇത് അതിപ്പോൾ നമ്മളെ സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ റിയൽ ലൈഫിലെ പേഴ്സണൽ കൈൻഡ് ഓഫ് സം എന്താണ് തിങ്സ് ദാറ്റ് ഹാപ്പൻ ഇൻ ലൈഫ് ദാറ്റ് കോസസ് അസ് ദാറ്റ് സ്ട്രെസ്. അപ്പോൾ എന്താ Oh, I think the stress is part of life. Even I have faced some kind of stress in my own life. So, ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എന്താണ്, ഞാൻ പഠിച്ച കുറച്ച് യോഗയിലെ കുറച്ച് ആസനാസാണ്. സോ ദ പവർ ഓഫ് യോഗ ഇൻ ഹെൽപ്പിംഗ് വിത്ത് സ്ട്രെസ് റിലീഫ്. അപ്പോൾ എന്താണ് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ സിമ്പിളാണ്. പക്ഷേങ്കിൽ ഇത് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ എന്താണ് ഒബ്വിയസ്ലി നിങ്ങൾക്ക് അതിൻ്റെ ഒരു പെട്ടെന്നൊന്നും റിസൾട്ട് കണ്ടു തുടങ്ങുന്നില്ല. എന്താണ് യു ഹാവ് ടു ബി പേഷ്യൻസ് ഇസ് ദ കീ ടു സക്സസ് എന്ന് പറയാറ്. പക്ഷെ നിങ്ങളിത് ഡെയിലി സ്ഥിരമായിട്ട് എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ ഒബ്വിയസ്ലി എന്താണ് പിന്നെ നിങ്ങൾക്ക് സ്ട്രെസ് എന്ന് പറയുന്ന സാധനം തീരെ ഉണ്ടാവില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അത് എൻ്റെ ഒരു ഫ്രീക്വൻസി കുറവായിരിക്കും. ലൈക്ക് ഇപ്പോൾ വൺസ് ഇൻ എ വീക്ക് അല്ലെ വൺസ് ഇൻ എ മന്ത്. അപ്പോൾ എന്താ നമുക്കിപ്പോൾ ഡെയിലി സ്ട്രെസ് അടിക്കുന്നതിനെക്കാട്ടും നല്ല ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് അതെന്താണ് അതിൻ്റെ ഫ്രീക്വൻസി കുറയുന്നത്. വൺസ് ഇൻ എ വീക്ക് ആകുമ്പോൾ എന്നാലും മാനേജ് ചെയ്യുക. വൺസ് ഇൻ എ മന്ത് ആകുമ്പോൾ സ്റ്റിൽ മാനേജബിൾ. വൺസ് ഇൻ ഇയർ ഈവൻ ബെറ്റർ. അപ്പോൾ നമുക്ക് അതിൽ നോക്കി നോക്കാം എന്തെല്ലാം ചെയ്യാണ്ടെന്നല്ല. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇതുപോലത്തെ ഒരു യോഗ മാറ്റ് എടുക്കുക. അതില്ലെങ്കിൽ ഇനി എന്താണ് നമ്മുടെ പായ എടുത്താലും മതി. നമ്മളെ ഇപ്പോൾ എന്താ സംതിങ് എന്താ, പക്ഷേ നമ്മളെ വെറും നിലത്തല്ല, എന്തെങ്കിലുമൊക്കെ ഒന്ന് കവർ ചെയ്യുന്ന ഫ്ലോർ കവർ ചെയ്യുന്ന രീതിയിൽ എടുക്കുക. എന്നിട്ട് എന്താ ഈ പറഞ്ഞ നമ്മൾ ലെഗ്സ് ഒരു തരം പൊസിഷനാണ് വെക്കേണ്ടത്. അതായത് ഈ ഒരു കാല് ഇങ്ങനെ വെച്ച് ഒരു ഏകദേശം നമ്മളൊരു സിറ്റിംഗ് പൊസിഷൻ പോലെ, ഒരു മെഡിറ്റേഷൻ ഒരു പൊസിഷൻ പോലെ ഏകദേശം പരമാവധി ഇത് ആണ്. ഞാൻ പിന്നെ എൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി കാരണം എന്താണ് ഞാൻ ഇത് കുറേ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് പരമാവധി എൻ്റെ ഒരു കാലൊക്കെ എന്താണ് എൻ്റെ ഒരു നീസ് എനിക്ക് പരമാവധി ഈ ഒരു ഫ്ലോറിനോട് തട്ടിപ്പിക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ചിലപ്പം പറ്റാന്നില്ല, നിങ്ങൾ കംഫർട്ടബിളായിട്ട് ഇരുന്നാൽ മതി. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളിപ്പോൾ യോഗയിൽ പലതരം ആസനാസുണ്ട്. എന്താണ് എൻ്റെ പേരിന് എനിക്ക് ഭയങ്കര വല്ലാത്ത പേരുകളുണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എന്താ അതിനെക്കാട്ടിൽ എത്രയോ എഫക്റ്റീവായിട്ട് നിങ്ങൾ അതുപോലത്തെ എന്താണ് ഭയങ്കര ഫ്ലെക്സിബിലിറ്റി ആയിട്ട് ഒരാൾ എന്താണ് ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്നെല്ലാം കുറേ യോഗാസ് എല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷേ ആക്ച്വലി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് ഇതാണ്. നിങ്ങൾ ഇരുന്നിടത്തിൽ നിന്നുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലെ ബോഡീനെ വലിയ രീതിയിലൊന്നും അനക്കാണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആക്ച്വലി ഈ ഒരു എന്താണ് ലെഫ്റ്റ് നോസ് ഇതിപ്പോൾ ലെഫ്റ്റ് നോസ്, ഇത് റൈറ്റ് നോസ്, ഇത് രണ്ടിൻ്റെയും എന്താണ് ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് യു ഹാവ് ടു ബി വെരി സ്പെസിഫിക് ഈച്ച് ആൻഡ് എവറി സിംഗിൾ ഡീറ്റെയിൽ. അപ്പോൾ ലൈക്ക് ഇപ്പോൾ ലെഫ്റ്റ് നോസ് എന്ന് പറയുന്നത് അപ്പോൾ എന്താ നമ്മളെ ഈ ആക്ഷൻസിനെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു ഏരിയ ആണ്. ദിസ് ലെഫ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ സംഹൗ കൈൻഡ്സ് ഓഫ് എന്താണ് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഈ റൈറ്റ് നോസ് എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഇസ് ദ ഫീലിംഗ് ബ്രെയിൻ. നമ്മൾ രണ്ട് തരം ബ്രെയിൻ ഉണ്ട്. തിങ്കിങ് ബ്രെയിൻ ഉണ്ട്, ഫീലിംഗ് ബ്രെയിൻ ഉണ്ട്. തിങ്കിങ് ബ്രെയിന് ലോജിക്കലായിട്ട് കുറേ ഡിസിഷൻസ് എടുക്കും. ഫീലിംഗ് ബ്രെയിൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഇറ്റ് ടേക്സ് ഡിസിഷൻസ് ബേസ്ഡ് ഓൺ ഇമോഷൻ. അതാണ് അതുകൊണ്ടാണ് നമുക്ക് ചില സമയത്തെല്ലാം ഇപ്പം എന്താണ് ചില ആൾക്കാരോട് ചിലപ്പോൾ ഒരു ഗേളിനെ കാണുമ്പോൾ ഒരു ഇഷ്ടം തോന്നുന്നത്. ദാറ്റ് ഇസ് ഓൾ ബിക്കോസ് ഓഫ് ദിസ് തിങ്കിങ് ബ്രെയിൻ. നമ്മുടെ ഫീലിംഗ് ബ്രെയിൻ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്ക് എപ്പോൾ എന്താണ് ഒരു സ്ട്രെസ് വരുന്നത് അല്ലെങ്കിൽ ഒരു ഓവർ തിങ്കിങ് വരുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഈ പറഞ്ഞ റൈറ്റ് നോസ് അടഞ്ഞിട്ടുണ്ടാവുക. എന്തുകൊണ്ടത് ആക്ച്വലി ഇറ്റ്സ് പാർട്ട് ഓഫ് ദറ്റ് ഹ്യൂമൻ അനറ്റോമി അത്. അപ്പോൾ എന്താ നമ്മളെ ഈ ഒരു റൈറ്റ്, അതായത് ഇപ്പോൾ നിങ്ങൾ ഓബിയസ്ലി കോമൺ സെൻസ് വെച്ച് ചിന്തിക്കുക. ഇത് അടഞ്ഞു ഈ മൂക്ക്, അതായത് ഇങ്ങനെ അടുക്കുന്നില്ല, ഉള്ളിൽ നിന്ന് എന്തോ കാരണം കൊണ്ട് അടഞ്ഞുപോയി. അത് എന്താ പറയുക, ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കഫക്കെട്ടായിട്ടുണ്ട് അല്ലെങ്കിൽ വേറെ രീതിയിൽ അടഞ്ഞുപോയി. അപ്പോൾ ഇവിടെ എന്താണ് ഉള്ളിലേക്ക് ഓക്സിജൻ കയറില്ല, വെറും ഈ ലെഫ്റ്റിലൂടെ കയറും. അപ്പോൾ എന്താ സംഭവിക്കുക, ഈ ഒരു പാർട്ട് ഓഫ് ബ്രെയിനിൽ ഓക്സിജൻ എത്തുന്നില്ല. നിങ്ങൾ ഒന്നുപോലെ ചോദിക്കും, ഇതിപ്പോൾ ഈ ലെഫ്റ്റിലൂടെ പോയിട്ട് ഇവിടെ എത്തുന്നില്ലോ, ഇങ്ങോട്ട് എത്തുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താവും നമ്മൾ ഓവർ തിങ്കിങ് അവിടെ ഇങ്ങനെ സംഭവം ഡെവലപ്പ് ചെയ്ത് മൊത്തം ബ്രെയിൻ മൊത്തം ഇങ്ങനെ വ്യാപിപ്പിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, ഈ രണ്ട് നോസ് എന്ത് ചെയ്യുക, ഇത് രണ്ടിൽ ഇത് ഓഫായി പോയി കഴിഞ്ഞാൽ രണ്ടും പ്രശ്നം തന്നെയാണ്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി. എന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഈ ഒരു ലെഫ്റ്റ് നോസ് കൂട്ടിയിട്ട് റൈറ്റിൽ നിന്ന് ശ്വാസം വലിക്കാൻ നോക്കും. ഇത് അടഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ അതാണ് എൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒന്നാമത്തെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് ഈ പറഞ്ഞ അലോം വിലോം എന്നാണ് അതിനെ പറയാം. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മളെ ഹാൻഡ് റൈറ്റ് ഹാൻഡാണ് പറ്റുവാണെങ്കിൽ റൈറ്റ് ഹാൻഡ് ആദ്യത്തെ ഈ രണ്ട് വിരലുകൾ, ഈ തമ്പ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ, ഈ രണ്ട് വിരലുകൾ എന്താണ് ഈ ഒരു രീതിക്ക് വെക്കുക, ഇത് തട്ടുന്ന രീതിയിൽ. ഇത് ആക്ച്വലി എന്താണ് ഹാർട്ടുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വീൻ. അപ്പോൾ ഇതൊരു ആക്ച്വലി പ്രഷർ പോയിന്റ് ഇല്ല. ഇഫ് ഇറ്റ് ഇസ് എന്താണ് കറക്റ്റായിട്ട് ആ സ്ഥലത്ത് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ആ പറഞ്ഞ ഏരിയ ആക്റ്റീവ് ആവും, ഹാർട്ട് ആക്റ്റീവ് ആവും.
ഈ പറഞ്ഞ ഈ അടുത്ത 2 വിരൽ പറ്റുമെങ്കിൽ അടുപ്പിച്ചിട്ട് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതിപ്പോൾ ഇങ്ങനെ ആക്ച്വലി നമ്മൾ ഈ 2 വിരൽ പിന്നെ ഈ ഒരു തമ്പായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത്, അപ്പോൾ പിന്നെ എന്ത് ചെയ്യാം, നിങ്ങൾ പറ്റുമെങ്കിൽ ഈ പറയുന്ന 3 എക്സസൈസ് 5-5 മിനിറ്റ് ചെയ്തും ചെയ്യാം. ഞാനിപ്പോൾ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ആദ്യത്തെ എക്സസൈസ് 2 മിനിറ്റ്, അടുത്ത എക്സസൈസ് 3 മിനിറ്റ്, പിന്നെ തൊട്ടടുത്ത എക്സസൈസ് 2 മിനിറ്റ്, അത് ഡിപ്പെൻസ്. അപ്പോൾ അതാണ് എൻ്റെ രീതി. നിങ്ങൾ പറ്റുമെങ്കിൽ തുടക്കത്തിലാകുമ്പോൾ എന്ത് ചെയ്യുക, 5-5 മിനിറ്റ് വീതം ചെയ്യുകയാണെങ്കിൽ എത്രത്തോളം നല്ലത്. എത്രത്തോളം നല്ലത് ഒരു 5 മിനിറ്റെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത്രത്തോളം അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. ഞാൻ പിന്നെ കുറേ ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് 2 മിനിറ്റ് ഇപ്പോൾ ചെയ്യുന്നല്ലോ. ഇതെന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഈ പറഞ്ഞ ലെഫ്റ്റ് നോസ് പൂട്ടുക. ഈ ഒരു വിരൽ വെച്ചിട്ട് ലെഫ്റ്റ് നോസ് പൂട്ടുക. എന്നിട്ട് എന്ത് ചെയ്യുക, ശ്വാസം ഈ പറഞ്ഞ ആദ്യം തുടക്കത്തിൽ ചെയ്യുമ്പോൾ എല്ലാം അടിഞ്ഞിട്ടുണ്ട്, പക്ഷെ ശ്വാസം പരമാവധി ഇതിലൂടെ വലിക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിങ്ങനെ പൂട്ടി, അത് എന്നിട്ട് ഇവിടെ ഇങ്ങനെ സ്റ്റോറായി. എന്നിട്ട് ഈ ഒരു തമ്പുകൊണ്ട് ഇത് പൂട്ടുക. എന്നിട്ട് അവള് വലിച്ച സാധനം ഇതിലൂടെ ഇങ്ങനെ കടത്തിയോടെ. നിങ്ങൾ സംഭവം മനസ്സിലുണ്ട്, ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വിട്ട്, ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വിട്ട്, ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വിട്ട്. അപ്പോൾ അങ്ങനെ ആയിരിക്കണം വരേണ്ടത്. അപ്പോൾ സംഭവം മനസ്സിലുണ്ട്. അത് ഇതിന്ന് എടുത്ത് ഇതിലൂടെ ഇങ്ങനെ വന്ന്, ഇതിലൂടെ ഇങ്ങനെ പോയി, ഇങ്ങനെ വന്ന് ഇങ്ങനെ പോയി. അപ്പോൾ എന്താ, ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലത്തില്ല ആ ഒരു ബ്ലോക്കായി കിടക്കുന്ന സാധനം ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവും. അത് നിങ്ങൾക്ക് എന്താണ് ഈ പറഞ്ഞ ഓവർ തിങ്കിങ്ങിൽ അധികം വരുന്നെങ്കിൽ പ്രോട്ടീപ്പായിട്ട് എന്ത് ചെയ്യാം, കുറച്ച് തേന്, ഒരു ചെറിയൊരു സ്പൂണിൽ തേന് കുടിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന റൈറ്റ് നോസ് കുറേ സ്വാഭാവികമായിട്ട് അതങ്ങ് ഓപ്പൺ ആയിക്കോളും ഓട്ടോമാറ്റിക്കലി. അപ്പോൾ അതതിൻ്റെ ഒരു ട്രിക്ക് എന്ന് പറയുന്നത് ഞാനെപ്പോൾ ചെയ്യലുണ്ട്. അപ്പോൾ എന്താ, എൻ്റെ നോസ് എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും. നിങ്ങൾ പരമാവധി എന്ത് ചെയ്യുക, ഈ ത്രോട്ടിന് ഒരു കഫക്കെട്ട് വരാത്ത രീതിയിൽ അധികം എന്ത് ചെയ്യുക, മറ്റേ തണുത്ത ഐറ്റംസ് ഒന്നും കുടിക്കാണ്ടിരിക്കുക. ത്രോട്ട് പരമാവധി ഇപ്പം എന്തെങ്കിലും ഒരു അസുഖം വരുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ ആവി പിടിച്ച് കളയുക. ഇൻ സം കൈൻഡ് ഓഫ് വേ ജസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് ദിസ് ത്രോട്ട് ഇസ് ക്ലിയർ. അല്ലെങ്കിൽ ഇവിടെ കഫക്കെട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കഫക്കെട്ട് വരും, ഇവിടെ കഫക്കെട്ട് വന്നു കഴിഞ്ഞാൽ ബൂം അടിച്ചു പോയി, തല അടിച്ചു പോയി, നല്ല ഓവർ തിങ്കിങ് വിൽ സ്റ്റാർട്ട്. അതാണ് ആക്ച്വലി സംഭവിക്കുന്നത് പല ആൾക്കാർക്കും. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പനിയോ അല്ലെങ്കിൽ ചുമയെല്ലാം വരുന്ന സമയത്ത് ഈ മൂക്ക് അടഞ്ഞോ, അന്നേരമായിരിക്കും നമ്മൾ ഭയങ്കര ഒരു മൂഡ് ഓഫ്, ഭയങ്കര ഒരു ബ്രെയിൻ വിൽ ഫീൽ അൺഈസി. അതെന്തുകൊണ്ടാണ്, ഈ റൈറ്റ് നോസ് ആക്ച്വലി അടഞ്ഞു കിടക്കുന്നുണ്ടാണ്. അപ്പോൾ കാര്യം നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല, പക്ഷെ എന്താ ആക്ച്വലി അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ബാക്കിയുള്ള സമയത്ത് നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര എൻജോയ്മെൻ്റ് ആണ്, കളിയും ചിരിയാണ്. പക്ഷെ പനി പിടിച്ചു കഴിഞ്ഞാൽ ഈ മൂക്ക് അടഞ്ഞു പോയി കഴിഞ്ഞാൽ പോകും, റൈറ്റ് നോസ് പോയി കഴിഞ്ഞാൽ എന്തോ ഒരു ചെടപ്പോ ഒരു ഇറിറ്റേഷൻ വന്നു. ഇതാണ് ആക്ച്വലി നിങ്ങൾ ചെയ്യേണ്ടത്. ഇതാണ് അലോം വിലോം. പറ്റുമെങ്കിൽ ഒരു ടൈമർ അല്ലെങ്കിൽ നമ്മളെ ഫോണിലുള്ള റിമൈൻഡർ എന്തെങ്കിലും സാധനം വെച്ചിട്ട് 2 മിനിറ്റ് സെറ്റ് ചെയ്യുക. എന്നിട്ട് അത് തീരുന്നവരെ ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ ആദ്യം തുടക്കത്തിൽ തന്നെ ചെയ്യണമെന്ന് പറയാൻ കാരണം ആദ്യം നോസ് ഓപ്പൺ ആണ്, എന്നാലേ ഇനി അടുത്ത പറയുന്ന എക്സസൈസ് എല്ലാം വർക്കാവും. അടുത്ത പറയുന്ന എക്സസൈസ് കൃത്യമായിട്ട് ചെയ്യണമെങ്കിൽ 2 നോസും കൃത്യമായിട്ട് എയർ വലിക്കാൻ പറ്റുന്നുണ്ട്, എന്നാലും പുറത്ത് വിടാൻ പറ്റുന്നത്, അങ്ങനത്തെ രീതിയിലേക്ക് ആക്കിയാൽ മാറ്റണം. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ഇനി വരുന്നതാണ് അതിനിപ്പോൾ അടുത്ത പറയുന്ന എക്സസൈസിൻ്റെ പേരാണ് ഭ്രമർ എന്ന് പറയുമ്പോൾ. അപ്പോൾ നിങ്ങൾ ഓരോ എക്സസൈസ് ചെയ്യുമ്പോൾ പരമാവധി നമ്മൾ ഈ നമ്മളെ പുറം പരമാവധി സ്ട്രേറ്റ് ആയിട്ടൊക്കെ ശ്രമിക്കുക, അല്ലെങ്കിൽ ആ വേണ്ട ഒരു രീതിക്ക് എഫക്റ്റ് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ എന്താ ഇങ്ങനെ കുനിഞ്ഞിട്ട് ചിരിഞ്ഞിട്ട് അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. പരമാവധി എത്രത്തോളം ഇതിലേക്കുന്നോ അത് അത്രയും നല്ലത്. അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഭ്രമർ എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ണ് കൂട്ടണം. പിന്നെ ഈ പറഞ്ഞ നമ്മളെ ഇതുണ്ടല്ലോ, നോർമലി നമ്മളെ ഈ സന്യാസികളെല്ലാം ചെയ്യുന്നുണ്ടില്ല, ഇങ്ങനെ കൈ വെച്ചിട്ട് വി കീപ് ഇറ്റ് ഹിയർ. അപ്പോൾ ഇത് പരമാവധി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അന്നേരം നിങ്ങൾ കൈ ആടിയടിയും വെറുതെ തിരിഞ്ഞു പറഞ്ഞ് കളിക്കാണ്ട് ഒരു റെസ്റ്റിൽ വെക്കുക. ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചത്. അതെങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം നമ്മൾ ശ്വാസം വലിക്കുക. എന്നിട്ട് ഈ പറഞ്ഞ അത് ആക്ച്വലി ഒരു വൈബ്രേഷനാണ്. അതായത് നമ്മൾ ഈ ബ്രെയിനിൻ്റെ ഉള്ളിൽ പലതരം വൈബ്രേഷൻസ് പ്രവർത്തിക്കുന്നുണ്ട്. അത് കൃത്യമായിട്ടുള്ള വൈബ്രേഷൻ അതിന് കിട്ടിക്കഴിഞ്ഞാൽ ബ്രെയിൻ ആക്റ്റീവ് ആവും. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക, ഓം എന്ന് പറയുന്ന ആ ഒരു സംഭവം അല്ലേ, ശബ്ദമൊന്നുമല്ല, അതിലൊരു വൈബ്രേഷൻ അത് ആക്ച്വലി ഈ പറഞ്ഞ അത് ആക്ച്വലി ഇന്റേണലായിട്ട്, അതായത് നമ്മൾ വായി തുറക്കരുത്, വായി പൂട്ടിയിട്ട് തന്നെ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കും. അന്നേരം എന്താവും, ആ വൈബ്രേഷൻ ഈ തലേൻ്റെ ഉള്ളിൽ അടങ്ങി കയറിക്കോളും. ലൈക്കിനും അത് വൈബ്രേഷൻ ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് ബോഡി മൊത്തം അത് ഫീൽ ആവും. യു ക്യാൻ ഫീൽ ആയി ഇങ്ങനെ വൈബ്രേഷൻ വരുന്ന ഫീൽ ആവും. അപ്പോൾ അത് ഈ പറഞ്ഞ കൃത്യമായിട്ട് ആ വൈബ്രേഷൻ്റെ ഫ്രീക്വൻസി കറക്റ്റ് ആണെങ്കിൽ മറ്റേ നമ്മളെ ബ്രെയിനിൻ്റെ ഫ്രീക്വൻസി ആയിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, റെസനൻസിലാണെങ്കിൽ നിങ്ങളെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി ആക്റ്റീവ് ആയിക്കോളും. അപ്പോൾ ഇതൊരു പരമാവധി ഒരു 3 to 5 മിനിറ്റ്സ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഞാനിത് ടൈമർ ഓണാക്കി കൈ വെച്ച് ശ്വാസം 2 മൂക്കിലും കൂടി വലിച്ച് ഓം
ഇത് പരമാവധി എത്രത്തോളം നേരം, കാരണം തുടക്കത്തിൽ ശ്വാസമൊന്നും വരെ കിട്ടൂല. അതാണ് ഇതിൻ്റെ, ഞാനിപ്പം എന്താണ്, ഐ ഹവ് ബീൻ ഡൂയിങ് ഇറ്റ് ഫോർ ദ ലാസ്റ്റ് 4 months. നിങ്ങൾക്ക് മനസ്സിലാവും അത്രത്തോളം ഇതിൽ ഇരുന്നുണ്ട്. ഞാനിപ്പോൾ നിങ്ങൾക്ക് പരമാവധി അത്രത്തോളം നേരം ഇതിൻ്റെ ബ്രെത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ചില ആൾക്കാർക്ക് ഈ ഓവർ തിങ്കിങ് വരുമ്പോൾ പ്രശ്നം, നമുക്ക് പെട്ടെന്ന് ബ്രീത്ത് എടുക്കാൻ പറ്റുന്നുണ്ടല്ലോ, അങ്ങനത്തെ ഡിഫിക്കൽട്ടി എല്ലാം മര്യാദ ബ്രീത്ത് എടുക്കാൻ പറ്റുന്നുണ്ടല്ലോ, അതെല്ലാം ഇതിൽ ഈ എന്താ പറയുക ചെയ്യുന്ന നമുക്ക് പ്രയാസം വരും. അപ്പോൾ എന്താ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് ഓവർ തിങ്കിങ് ഉണ്ട്. അപ്പോൾ എന്താ, ശ്വാസം വലിക്കും പ്രയാസമാകുന്നുണ്ട്, ഇത് മര്യാദയ്ക്ക് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഒരു അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നും. ഇങ്ങനെ മെഡിറ്റേഷൻ പൊസിഷൻ ഞാനിപ്പോൾ വളരെ കാമായിട്ട്, മൈൻഡിലൊരു ഓവർ തിങ്കിങ്ങിൽ വളരെ കാമായിട്ട് മെഡിറ്റേഷനിൽ ഇരിക്കുന്നത്. ഫോർ ദ ലാസ്റ്റ് 4 months ഐ ബീൻ ഡൂയിങ് ദി സെയിം എക്സസൈസ് ഓർ സെയിം റൂട്ടീൻ ഫോർ ദ ലാസ്റ്റ് 4 months. ഞാൻ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ചെയ്യുന്ന എക്സ്ട്രാക്കി ഇപ്പോൾ 2, 3, 7 ഒരു 10 മിനിറ്റിനുള്ളിൽ തീരുന്ന രീതിയിൽ, വെറും 7 മിനിറ്റ് കൊണ്ട് തീരുന്ന രീതിയിൽ എവറി സിംഗിൾ ഡേ ഐ ട്രൈ ടു ഡു ദിസ്. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണ്, ഇതിന് എന്താ പറയുക, ആൽഫ വേവ്സ് മെഡിറ്റേഷൻ എന്ന് പറയുക. അതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ, ഇതേപോലെ തന്നെ നമ്മൾ കൈ ഇങ്ങനെ വെച്ചിട്ട് ഈ പ്രാവശ്യം ശ്വാസം എടുക്കണം. പക്ഷെ എന്താ, നിങ്ങളൊരു നമ്പർ എണ്ണോ. നമ്പർ എങ്ങനെ എണ്ണോന്ന് വെച്ചാൽ, ഒന്നിക്ക് അതിന് 2 വേരിയേഷൻ ഉണ്ട്. 1 ഡിജിറ്റ് നമ്പർ വേരിയേഷൻ ഉണ്ട്, 4 നമ്പർ വേരിയേഷൻ ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ, കണ്ണ് പൂട്ടിക്കൊണ്ട് ആദ്യം ഒരു ശ്വാസം എടുക്കുക, ശ്വാസം വിടുക, അത് 100. അടുത്ത ശ്വാസം എടുക്കുക, അടുത്ത വിടുക, അത് 99. അപ്പോൾ അത് മനസ്സിലായല്ലോ, 99, 98, 97. അത് എന്താണ്, ശ്വാസം വലിച്ചു വിടുന്നത് ഒന്നായിട്ട് കൂട്ടിക്കൊണ്ട് അതിങ്ങനെ ലാസ്റ്റ് 0 ആവുന്നവരെ. ഇത് ഞാൻ പറയാം, 99% ആൾക്കാർക്ക് ഇത് കറക്റ്റായിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മളെ മൈൻഡിൽ പലതരം ഈ ഓവർ തിങ്കിങ്ങും പല തോട്ട്സും സ്ട്രെസ്സിനും വരുന്ന സമയത്ത് ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് അത്രത്തോളം ഹാർഡാണ്. നിങ്ങൾ വിചാരിക്കുന്ന എത്ര എളുപ്പമില്ല ഇത് ചെയ്യാന്ന് പറയുന്നത്. ഇപ്പോൾ ഞാനിങ്ങനെ കണ്ണുകൂട്ടിയിട്ട് 100, 99, 98. ഇത് ആക്ച്വലി ഇതിൻ്റെ പ്രശ്നം എന്താ, ഇതിൻ്റെ ചാലഞ്ച് എന്താ, ഇതിങ്ങനെ ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് പറയാൻ പറ്റൂല. ഐ മീൻ ഇതെന്ത് ചെയ്യണം, ഞാനിപ്പോൾ ഇങ്ങനെ ജസ്റ്റ് കാണിക്കണ്ടിട്ട് പറഞ്ഞു. ഇത് നിങ്ങളെ മൈൻഡിൽ ഇങ്ങനെ പറയണം, 100, 99, 98. അത് മൈൻഡിൽ ഇങ്ങനെ പറഞ്ഞാൽ ലാസ്റ്റ് ഏടെങ്കിലും എത്തിയുമ്പോൾ തെറ്റിപ്പോവും. എന്നിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ ഇട്ടില്ല, ഏടിയാൻ അവസാനം നിങ്ങൾക്ക് ചിലപ്പം പറ്റലുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര ടാസ്ക്കാണ്, കുറച്ച് പണിയുണ്ട്, എത്ര എളുപ്പമല്ല ചെയ്യാൻ. അപ്പോൾ എന്ത് ചെയ്യുക, പിന്നെ അതിൻ്റെ ഇത് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞല്ലേ 100, 99, പിന്നെ ചിലപ്പോൾ അയ്യോ 98 അല്ലെങ്കിൽ 96 എന്നൊന്ന് മറന്നുപോയല്ലോ, അങ്ങനെ ഒരു പ്രശ്നം വരും. അപ്പോൾ നിങ്ങൾ വീണ്ടും ഒന്നാമത്തേന്ന് പിന്നെയും തുടങ്ങേണ്ടി വരും. തുടക്കത്തിലൊന്നും ശരിയല്ല, ഞാൻ കാര്യം പറയാലോ, ഇതെല്ലാം എനിക്ക് തെറ്റിപ്പോയിട്ടുണ്ട്. തെറ്റിയെടുത്തുന്ന മിസ്റ്റേക്സ് എന്നാണ് ഞാൻ പഠിച്ചു വരുന്നത്. പിന്നെ എന്ത്, ഇതിൻ്റെ അഡ്വാൻസ്ഡ് വേരിയേഷൻ, അല്ലെങ്കിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് എന്നല്ല, കുറച്ചും കൂടി ഈസിയർ വേരിയേഷൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് 4 വെച്ചിട്ട് ബാക്കോട്ട് വർക്കോ. 100, 96, 92, 88, 84, 80, 76, അങ്ങനെ ലാസ്റ്റ് എന്താണ് 12, പിന്നെ 8, പിന്നെ 4, പിന്നെ 0. അല്ല എന്താണ്, എത്രത്തോളം പരമാവധി മെല്ലനെ ചെയ്യുമ്പോൾ അത്രത്തോളം നല്ലത്. എനിക്കിപ്പോൾ എന്താണ് ഏടിയും പോകേണ്ട ഒരു തിരക്കുമില്ല. അപ്പോൾ എന്താ ഞാനിങ്ങനെ ചെയ്യാം, വളരെ മെല്ലനെ 100, 96, 92, 88. അപ്പോൾ പരമാവധി നമുക്ക് എന്താ ആ ക്ഷമ കൂടുന്തോറും, അല്ല കാംനെസ് കൂടുന്തോറും നമുക്ക് എന്താ അത്രത്തോളം ക്ഷമയോട് കൂടിയിട്ട് എനിക്ക് പിന്നെ ഞാനിപ്പോൾ ഈ മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ ഐ എം വെരി കംഫർട്ടബിൾ. അപ്പോൾ എനിക്ക് യാതൊരു തരത്തിലും എനിക്ക് എവിടെയും അപ്പുറത്തെ പീടിയിൽ പോകേണ്ട തിരക്കില്ല, ഒന്നുമില്ല. രാവിലെ എണീച്ചോട് മൈൻഡ് ഈസ് ഓൾമോസ്റ്റ് ക്ലിയർ ആണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ചെയ്യുന്നപ്പോഴത്തേക്ക് അത്രത്തോളം അപ്പോൾ നല്ല പേഷ്യൻസ് ആണ്. ഇത് ബിൽഡ് ദറ്റ് പേഷ്യൻസ് ഓവർ ദ മന്ത്സ് ആൻഡ് ദ വീക്സ് ആൻഡ് ദ ഇയേഴ്സ്. അപ്പോൾ അങ്ങനെയാണ് ഇത് ആക്ച്വലി ചെയ്യുക. അപ്പോൾ പരമാവധി നിങ്ങൾ ടൈമർ കയ്യിൽ വെക്കാൻ വേണ്ടി ശ്രമിക്കുക, അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ 3 എക്സസൈസ്, പിന്നെ ഒരു പ്രോട്ടിപ്പായിട്ട് ഞാൻ വേറൊരു എക്സസൈസും കൂടി പറഞ്ഞുതരാം. ഓക്കെ, ഞാനൊരു ക്യാൻഡിൽ എടുക്കുമ്പോൾ, അതായത് ഇതൊരു പ്രോട്ടിപ്പ്. ഇതിപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന, ആക്ച്വലി ഞാൻ ആദ്യം പറഞ്ഞ 3 കാര്യങ്ങൾ വളരെ ജനറലായിട്ട് സ്ട്രെസ് അനുഭവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേങ്കിൽ ഇത് നിങ്ങൾക്ക് സ്കൂൾ സ്റ്റുഡൻസിന് പെർട്ടിക്കുലർലി ഉപയോഗിക്കാവുന്നതാണ്. അതായത് ഇതിപ്പോൾ ഞാൻ നമ്മളെ ശ്രീനാരായണ ഗുരുവിൻ്റെ മറ്റേ ഫോട്ടോയിലെ ക്യാൻഡിലാണ്. പക്ഷേ ഇത്ര ചെറുതല്ല, കുറച്ചും കൂടി അത്യാവശ്യം വലിയ നിങ്ങളെ വീട്ടിൽ ഉപയോഗിക്കുന്ന കറണ്ട് ഓയിൽ ഉപയോഗിക്കുന്ന സാധനം, അങ്ങനത്തെ ഒരു വലിയ ക്യാൻഡിൽ എടുക്കുക. നിങ്ങൾ ഇപ്പോൾ ഇതൊരു ടേബിൾ മേലെ ഇരിക്കുക. എന്നിട്ട് അതായത് നിങ്ങൾ എന്നിട്ട് ഇത് കത്തിക്കുക. കത്തിക്കാനടുത്ത് സാധനം ഇപ്പം കഴിയില്ല, ഇത് കത്തിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിപ്പോൾ നിങ്ങളൊരു ഐ ലെവൽ, ഇതിപ്പോൾ എനിക്ക് എൻ്റെ ഹൈറ്റിന് കണക്കായിട്ട് എല്ലാം ഇല്ലത്, ഞാനിപ്പോൾ തൽക്കാലത്ത് ഇതിൻ്റെ ഐ ലെവലാന്ന് വിചാരിക്കുക. എന്നിട്ട് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, രാത്രി സമയത്ത് അല്ലെങ്കിൽ രാവിലെ ഭയങ്കര ഇരുടായിരിക്കണം. ലൈക്കിനോ ദർ ഷുഡ് ബി നോ ലൈറ്റ്. ലൈറ്റ് ഒന്നും ഇല്ലാതെ, ഇതിപ്പം വല്ലാതെ എന്താണ് എനിക്ക് ലൈറ്റ് ഇല്ലാത്ത എഫക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല, കാരണം ഇതിപ്പോൾ രാത്രിയിലെ രാവിലെയാണ്. പക്ഷെ പരമാവധി എന്ത് ചെയ്യുക, ഇതിങ്ങനെ കത്തിച്ചിട്ട് അതായത് ഇതിൻ്റെ ഒരു ഫ്ലെയിം മാത്രമേ കാണാൻ വേണ്ടി പാടില്ല. ഇതിങ്ങനെ നോക്കുന്ന സമയത്ത് അതായത് നമ്മളെ 2 കണ്ണുകളും ഇതിലേക്ക് മാത്രം ശ്രദ്ധ, വേറെ ആട് നോക്കരുത്, വീട് നോക്കരുത്, നോ, ഇതിലേക്ക് മാത്രം നോക്കുക. ഫോക്കസ് ഫോക്കസ് ഫോക്കസ്. അപ്പോൾ ഇതിങ്ങനെ ഫോക്കസ് ചെയ്തിട്ട് എന്നിട്ട് എന്ത് ചെയ്യുക, കുറച്ച് നേരം കണ്ണടക്കുക. കുറച്ച് നേരം കണ്ണടച്ചിട്ട് നമ്മളപ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ ഒരു ലൈക്കിനൊരു റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഒരു പച്ച കളറോ മഞ്ഞ കളറോ എന്തോ കളർ നമ്മളെ മൈൻഡിൽ അല്ലെങ്കിൽ എന്താ പറയുക കണ്ണിൻ്റെ
ഇതിലേക്ക് വരും. അത് തുടക്കത്തിലൊന്നും ചിലപ്പോൾ ഒന്നും കാണൂല, അങ്ങനത്തെ എല്ലാം പ്രയാസം വരും. പക്ഷെ നിങ്ങൾ കൂടുതൽ നിങ്ങളെ കോൺസെൻട്രേഷൻ കൂടുന്തോറും ഡെയിലി ചെയ്യുന്തോറും, ഡെയിലി നിങ്ങൾ ഇതിനു വേണ്ടി ജസ്റ്റ് ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് മാറ്റി വെച്ചാൽ മതി. ഡെയിലി ചെയ്യുന്തോറും നിങ്ങൾക്ക് ഇതിനെ കറക്റ്റ് ആ ഒരു അതിൻ്റെ ഒരു കളർ ഉണ്ടല്ലോ, ഇപ്പോൾ ഇതിൻ്റെ ഒരു ഓറഞ്ച് പോലത്തെ കളറാണ്, കറക്റ്റ് ആ ഒരു ഓവൽ ഷേപ്പിൽ ഇങ്ങനെ അത് നിങ്ങളെ മൈൻഡിൽ ഇങ്ങനെ അല്ല, ഐ മീൻ നമ്മളിങ്ങനെ കണ്ണുകൂട്ടിയിട്ട് നോക്കുന്നത് ഇങ്ങനെ കറക്റ്റ് പതിയും സാധനം. അപ്പോൾ ഇത് നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അടുത്തൊരു യോഗ ആസനയാണ്. ഇതെല്ലാം യോഗയിലെല്ലാം പലതരം വളരെ ഫേമസ് ആയിട്ടുള്ള ആസനാസാണ്. എനിക്ക് എന്താണ് കേരളത്തിൽ തന്നെ വളരെ അറിയപ്പെടുന്ന ഒരു യോഗ മാസ്റ്റർ പഠിപ്പിച്ച കുറച്ച് കാര്യങ്ങൾ. ഇത് നമ്മൾ കുറേ യോഗാസനാസൊന്നും അങ്ങനെ കുറേ ചെയ്യുന്നില്ല എല്ലാ കാര്യം. ഇതുപോലത്തെ സിമ്പിൾ കാര്യങ്ങൾ ഇതാണ് ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഇതെല്ലാം. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എന്താവും, നിങ്ങളുടെ കാര്യം കുറച്ചും കൂടി എളുപ്പമാവും. ഞാൻ പറഞ്ഞ എന്താണ് നമ്മളെ അലോം വിലോം, പിന്നെ ഭ്രമർ, ആൽഫ വേവ്സ് മെഡിറ്റേഷൻ, പിന്നെ പറ്റുന്ന എൻ്റെ കോൺസെൻട്രേഷൻ വേണ്ടിയിട്ട് ക്യാൻഡിൽ കത്തിക്കുന്ന പരിപാടി. ഇത് പരമാവധി ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ ഭയങ്കര സിമ്പിളാന്ന് തോന്നും. നിങ്ങൾ വിചാരിക്കും ചില ദാറ്റ് ഈസ് വാട്ട് സെപ്പറേറ്റ്സ് ദ സക്സസ്ഫുൾ പീപ്പിൾ ഫ്രം ദ ആവറേജ് പീപ്പിൾ. ദേ ഫോക്കസ് ഓൺ ദ സ്മോൾ തിങ്സ്. ഇഫ് യു കാൺ ഡു ദ സ്മോൾ തിങ്സ്, ഹൗ വിൽ ഡു ദ ബിഗ് തിങ്സ്. ലൈക്ക് എന്താണ്, ഇപ്പോൾ ആവറേജ് പീപ്പിൾ വിചാരിക്കൂ എടാ ഇതെല്ലാം ഭയങ്കര ചെറിയ, ഇതെല്ലാം എന്ത് നിസ്സാരമല്ലേ കാര്യങ്ങൾ, ഇതിലെല്ലാം വലിയ കാര്യമുണ്ടോ. പക്ഷെ എന്താ സക്സസ്ഫുൾ പീപ്പിൾ ചിന്തിക്കുക, ഓക്കെ ഇതിൽ കാര്യമുണ്ട്, ഈ ചെറിയ കാര്യത്തിലും കാര്യമുണ്ട്. അപ്പോൾ ഇതെന്താണ് ഡെയിലി എവറി സിംഗിൾ ഡേ. എനിക്ക് ചില ദിവസം തോന്നലുണ്ട് ഇതിനെ കൊണ്ടെല്ലാം വല്ല കാര്യമുണ്ടോ. ഇപ്പോഴും സ്റ്റിൽ ടു ദിസ് ഡേറ്റ് എന്ന് പറയുന്നത് ഞാനിത് എല്ലാ ദിവസവും എനിക്കിനി മോട്ടിവേഷൻ ഉണ്ടായിക്കോട്ടെ, ഇനി മോട്ടിവേഷൻ ഇല്ലാതിരുന്നോട്ടെ, എല്ലാ ദിവസവും ഇനി ഞാൻ ഇത് ചെയ്ത് വരുന്നുണ്ട് കറക്റ്റായിട്ട്. എനിക്കിത് ഈ സാധനം ഞാനിപ്പോൾ ചെയ്യലില്ല. പക്ഷെ എന്താ ബാക്കി ഞാൻ പറഞ്ഞ ആദ്യത്തെ 3 എക്സസൈസ് ഞാൻ ഈ ടൈമർ വെച്ചിട്ട് രാവിലെ എണീച്ചപാട് ഒരു 10 മിനിറ്റ്സ് വരുന്ന രീതിയിൽ ഈ യോഗ മാറ്റിൽ ഇരുന്നിട്ട് ചെയ്യലുണ്ട്. എന്നിട്ട് എൻ്റെ ഡേ സ്റ്റാർട്ട്സ് വിത്ത് ദിസ് റൂട്ടീൻ, യോഗ റൂട്ടീൻ. അപ്പോൾ അതാണ് നിങ്ങൾ പരമാവധി ബിലീവ് ഇൻ ദ സ്മോൾ തിങ്സ്. നമ്മൾക്ക് ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല, എങ്ങനെയാണ് വലിയ കാര്യങ്ങൾ ചെയ്യുക, അതിലാണ് ആക്ച്വലി കാര്യം ഇരിക്കുന്നത്. അപ്പോൾ ലൈഫിൽ മാറ്റങ്ങൾ വരിക എന്ന് പറയുക വലിയ അത്ഭുതം സംഭവിക്കണ ആവശ്യം, അല്ലെങ്കിൽ വലിയ മാജിക്കിന് ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഫോക്കസ് ഓൺ ദ സ്മോൾ തിങ്സ്. As I always say, if you can't do the small things, how will you do the big things?